നമ്മൾ നിയമസഭയിലേക്കാണ്. സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നിയമസഭ മാത്യു കുഴൽനാടൻ MLA-യുടെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂർ വിഷയം ചർച്ച ചെയ്യും. 14ാം സഭാ സമ്മേളനത്തിന്റെ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സഭാ കാലയളവിലെ 4ാമത്തെ ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്താണ് വിവരങ്ങൾ? അങ്ങനെ ഈ അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം വിഷയങ്ങൾ ഉന്നയിച്ച് സഭയിലെത്തുമ്പോൾ അത് ചർച്ച ചെയ്ത സഭയിൽ തന്നെ ആ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായൊരു സാഹചര്യമാണ് ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നപ്പോഴും സർക്കാർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിലെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി മൂലം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ആ പ്രമേയത്തിലാണ് 12 മണി മുതൽ ചർച്ച, 2 മണിക്കൂർ നീളുന്ന ചർച്ച പതിവ് പോലെ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പൊതുകടം ഏതാണ്ട് 4,99,091 കോടിയിലെത്തി നിൽക്കുമ്പോഴാണ്. ഈ സാമ്പത്തിക വർഷം മാത്രം 28,000 കോടി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും സംസ്ഥാനത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള പണം സർക്കാരിന്റെ കയ്യിലില്ല എന്നുള്ളൊരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഓഗസ്റ്റ് 19 മുതൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുകയും 25 ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്ന ബില്ലുകൾ മുൻകൂർ അനുമതി ഇല്ലാതെ മാറാൻ കഴിയുമായിരുന്ന പരിധി അത് 10 ലക്ഷമായി കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വിഷയമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ധനമന്ത്രി കൃത്യമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയെല്ലാം സഭയിൽ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, വളരെ കാതലായിട്ടുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്ത് സഭയിൽ തന്നെ വിവാദം അവസാനിപ്പിക്കുന്ന ആ സമീപനം കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാന സർക്കാർ തുടരുന്നു. അതുതന്നെയാണ് ഈ ഇത്തവണയും ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയ വിഷയത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. രാഖി. ശരി പ്രജിത്ത്, അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ സഭയിൽ ഇന്ന് ചർച്ചയാണ്. മാത്യു കുഴൽനാടൻ MLA-യുടെ അടിയന്തര പ്രമേയത്തിനാണ് അനുമതി നൽകിയത്. ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങുന്ന ചർച്ച 2 മണിക്കൂർ നീണ്ടു നിൽക്കും. 14ാം സഭാ സമ്മേളനത്തിലെ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രജിത്ത് മോഹനൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.